നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷ്ണാലാവൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകം വരെയുള്ളതിൻ്റെ ശ്ലോകവും അതിൻ്റെ വിശദീകരണവുമാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതിലെന്തെങ്കിലും തെറ്റെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുമെന്നും മനസ്സിലാക്കുമെന്നും കരുതുന്നു. നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. ഓം നമോ നാരായണായ. അടുത്തായിട്ട് 29-ാം ശ്ലോകമാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. വേപതുശ്ച ശരീരമേ രോമഹർഷച്ച ചായതേ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത്വക്ചൈവ പരിദഹ്യതേ. എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എൻ്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു. തൊലി ചുട്ടുനീറുന്നു. അതിൻ്റെ ഭാവാർത്ഥം: ശരീരത്തിന് വിറയും രോമാഞ്ചവും 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും. അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായ ഭയം, മൃത്യുഭയം കൊണ്ടു തന്നെ. ഗാണ്ഡീവം എന്ന തൻ്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലം ഉണ്ടായവയാണ്. അതാണ് നമുക്ക് സാധാരണയായിട്ട് വിറയ്ക്കലും അതുപോലെ രോമാഞ്ചമൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ ഇവിടെ പറയാണ് എന്തുകൊണ്ടാണ് 2 കാരണങ്ങൾ കൊണ്ട്. ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടുണ്ടാവും, നമുക്ക് രോമാഞ്ചം ഉണ്ടാവും അല്ലേ. നമുക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും കൂടിയല്ല, നമ്മൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മനസ്സ് നല്ലോണം ഭഗവാനിലേക്ക് അർപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു രോമാഞ്ചം അനുഭവപ്പെടും. അത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ വിറയലുണ്ടാവും. വിറയൽ നമുക്ക് സാധാരണ എന്തിനുണ്ടാവും? നമ്മൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുമ്പോഴാണ് അല്ലേ, നമ്മൾ പേടിക്കുമ്പോഴാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഓക്കെ. 30-ാമത്തെ ശ്ലോകം. നച ശക്യോമവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എന്താണത്? എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ. കേശവ. കേശവ എന്നതിൻ്റെ അർത്ഥം കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് കേശവ എന്നുള്ള പേര് വന്നത് ഭഗവാന്. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. പറയണം, എല്ലാം നിർഭാഗ്യകരമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുന്നതെന്ന് പറയണം. അതിൻ്റെ ഭാവാർത്ഥം: വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്തിൽ നിൽക്കാനാവതെയായി. മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളമെത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരിപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വതീയാഭിനിവേശ സ്യാത്. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. അതെ, നമ്മൾ ആത്മീയ വിഷയത്തിൽ ഒഴുകുമ്പോൾ നമുക്ക് സാധാരണയുള്ള നമ്മുടെ ഭയം ഒഴിഞ്ഞു കിട്ടും. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ആ സമയത്ത് അർജുനന് ഇനി ഉണ്ടാവാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് മാത്രമേ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല എന്ന് അദ്ദേഹം കരുതി. സാരഗർഭമായ ഒന്നാണ് ഇവിടെ നിമിത്താനി വിപരീതാനി എന്നീ വാക്കുകൾ. തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. അതെ, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലേ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നില്ല എന്ന് വെച്ചിട്ടുണ്ട്. കുറേ നമുക്ക് നെഗറ്റീവ്സ് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത് കേട്ടോ. ആ സമയത്ത് തോന്നുന്നു നമ്മൾ എന്തിനാണ് ഭൂമിയിൽ ജീവിച്ചത്, നമ്മൾ എന്തിനാണ് ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട്. അതുപോലെ ഒരു തോന്നലാണ് അർജുനനുണ്ടായത്. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണന്റെ ഇച്ഛാനുസരണം അർജുനൻ തൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. അതെ, നമ്മളെല്ലാവരും ഭഗവാനിലാണ് സ്വാർത്ഥത കാണിക്കേണ്ടത്.
ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. അതെ, ഈ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന വിജയം ഒരിക്കലും എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് അതുകൊണ്ട് വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയാണ് ഞാൻ കൊന്നൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുമായാണ് ഞാൻ യുദ്ധത്തിന് പോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം ആ സമയത്ത് കരുതിയത്. നചശ്രേയോ 31-ാമത്തെ ശ്ലോകം. നചശ്രേയോ നുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാക്ഷേ വിജയം കൃഷ്ണനചരാജ്യം സുഖാനിച്ച. എന്താണ്? ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്തു ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല. രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. അർജുനൻ ആകെ സങ്കടപ്പെടുകയാണ്. കാരണം അർജുനൻ നേരിടേണ്ടത് തൻ്റെ സ്വന്തം ആൾക്കാരെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു സുഖവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും രാജ്യവും അതുപോലെ തന്നെ ഒന്നും തന്നെ തനിക്ക് ആവശ്യമില്ല എന്ന് കൃഷ്ണനോട് അർജുനൻ ഈ സമയത്ത് പറയുകയാണ്. ഭാവാർത്ഥം: ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണം എന്തെന്നുകൂടി അവർ മറന്നുപോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരവമണ്ഡലത്തിൽ പ്രവേശിക്കാൻ 2 കൂട്ടർക്കേ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണ് മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും ബന്ധുക്കളെ എന്നല്ല ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നതുമില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ്. മറ്റേതു പ്രവൃത്തിയും ക്ഷത്രിയൻ ഉചിതമല്ല. അർജുനന് രാജ്യമില്ല. ബന്ധുക്കളിൽ നിന്ന് തൻ്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോംവഴിയില്ല. അതിന് അർജുനൻ ഒരുക്കമല്ല താനും. ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. അർജുനൻ ആകെ നിരാശയാവുകയാണ്. കാരണം ഇതൊന്നും എനിക്ക് സാധിക്കില്ല, ഇതിനേക്കാളും നല്ലത് എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു തോന്നലാണിത്. അപ്പോൾ ഈ ഒരു ചിന്താഗതിക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്നത്. കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 32-ാം ശ്ലോകത്തിലേക്ക് പോവുകയാണ്. കീം നോ രാജ്യേന ഗോവിന്ദ കീം ഭോഗേർ ജീവദേന വ യേശാമർത്ഥേ കാക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിജ. 33-ാമത്തെ ശ്ലോകം ഇപ്പോൾ തന്നെയുണ്ട്. ത ഇമേ വസ്തിത യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതരാം പുത്രാസ്തദൈവാം ച പിതാമഹ. മാതുല 34-ാമത്തെ ശ്ലോകം. മാതുല ശ്വശുര പൗത്രാം സ്യാലാഹ സംബന്ധിനസ്തദാ ഏതാ ന ഹന്തുമിച്ഛാമി നദോപി മധുസൂദന. 35-ാമത്തെ ശ്ലോകം. അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിംനു മഹീകൃതി നിഹത്യദാർത്ഥരാഷ്ട്രാൻ ന കാ പ്രീതിഹ സ്യാജ്ജനാർദ്ദന. എന്താണ് പറയുന്നത്? ഹേ ഗോവിന്ദ, കൃഷ്ണനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഗോവിന്ദ. അപ്പോൾ ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്ക് എന്തു പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, എത്ര പേരാണല്ലേ ഭഗവാന്. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശുശുരന്മാർ, സ്യാലന്മാർ തുടങ്ങി ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാകെ നേടാമെന്നു വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ്? അർജുനന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാണ്. ഭാവാർത്ഥം:
ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. മനസ്സിലായോ? ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന അർത്ഥത്തിലാണ് ഗോവിന്ദൻ. ഗോക്കളെ ആനന്ദിപ്പിക്കുന്നവൻ ഗോവിന്ദൻ. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതെന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല, എങ്കിലും ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. അതാണ് ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മുടെ തന്നെ സംതൃപ്തിക്ക് കാരണമായിട്ട് വരുന്നു. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടില്ല. അതെല്ലാം ഭഗവാൻ ഇച്ഛിക്കുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യമുണ്ടാക്കി. മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തൻ്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലാണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചുകൂടതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നുകഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. കൃഷ്ണഭക്തർ ആരും അപരാധികളായവരോട് ഒന്നും ചെയ്യാൻ പോവാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അവരോട് ചെയ്തവരോട് പൊറുത്താലും ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും വെറുതെ വിടില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. 36 ശ്ലോകത്തിലേക്ക് പോവുകയാണ്. പാപമേവാശ്രയേ തസ്മാൻ ഹത്വൈ താനാ തദായിനഃ തസ്മന്നാർഹവഹാവയം ഹന്തും ധാർത്രരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയുമെന്ന് അർജുനൻ ചോദിക്കുകയാണ്. അതിൻ്റെ ഭാവാർത്ഥം, വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് അക്രമികൾ 6 കൂട്ടരാണ്. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അക്രമികൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വിഷം കൊടുക്കുന്നവൻ. നമ്മളെ എങ്ങനെയുള്ളവരാണ് അക്രമികളായിട്ട് കണക്കാക്കേണ്ടതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ്? വിഷം കൊടുക്കുന്നവൻ, വീട് തീ വെക്കുന്നവൻ, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അത്തരം അക്രമികളെ ഉടനെ വധിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പാപമില്ല. ഏതു സാധാരണക്കാരനും അനുയോജ്യമായ കർമ്മമാണിത്. പക്ഷേ അർജുനൻ അങ്ങനെ ഒരു സാമാന്യ മനുഷ്യനല്ല, സ്വഭാവേന സാത്വികനാണ്. അതുകൊണ്ട്
സത്വഭാവോചിതമാവണ്ണം അക്രമികളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു. ഈ സാത്വികത്വം പക്ഷേ ക്ഷത്രിയന് ചേർന്നതല്ല. ഒരു രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ട ആൾ സാത്വികനാകണം, ഭീരുവാകാൻ പാടില്ല. ഉദാഹരണത്തിന് രാമൻ സത്വശീലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ ജീവിക്കാൻ പ്രജകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല. തൻ്റെ ഭാര്യയെ കവർന്നുകൊണ്ടുപോയ അക്രമിയായ രാവണനെ അദ്ദേഹം ലോക ചരിത്രത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത വിധം വേണ്ടുന്ന പാഠം പഠിപ്പിച്ചു വിട്ടു. അർജുനനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാമഹൻ, ഗുരുക്കൾ, സുഹൃത്തുക്കൾ, മക്കൾ, പൗത്രന്മാർ എന്നിവരാണ് അക്രമികളായിട്ടുള്ളത് എന്ന ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സാമാന്യമായി അക്രമികളോട് ചെയ്യാവുന്ന കടും കൈകൾ അവരോട് പ്രയോഗിക്കാൻ വയ്യെന്ന് തോന്നിയതും. കൂടാതെ സാത്വികന്മാർ ക്ഷമിക്കേണ്ടവരാണല്ലോ. അടിയന്തിരമായ രാഷ്ട്രീയ സ്ഥിതികളേക്കാൾ അത്തരം നിയമങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തി സ്വബന്ധുക്കളെ ഹിംസിക്കുന്നതിൽ ഭേദം ധർമ്മത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും പേരിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് നന്നെന്ന് അർജുനൻ കരുതുകയുണ്ടായി. ക്ഷണികവും ശാരീരികവുമായ സുഖത്തിനു വേണ്ടി കൊല്ലുക എന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. സാമ്രാജ്യങ്ങളും അവയിൽ നിന്ന് നേടുന്ന സുഖങ്ങളും ശാശ്വതങ്ങളല്ലെന്നിരിക്കെ തൻ്റെ ജീവിതത്തെയും ഭാവിയിൽ ലഭിക്കാവുന്ന മുക്തിയെ തന്നെയും താൻ എന്തിന് ബന്ധുവധം കൊണ്ട് നഷ്ടപ്പെടുത്തണം എന്ന് അദ്ദേഹം കരുതി. ഐശ്വര്യദേവതയുടെ നാഥനെന്നർത്ഥമുള്ള മാധവനാമം ഇവിടെ കൃഷ്ണനെ പറ്റി പ്രയോഗിച്ചത് വെറുതെയല്ല. ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കി. എന്നാൽ കൃഷ്ണൻ തൻ്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല. അതാണ് നമ്മുടെ കൃഷ്ണ ഭഗവാൻ. 37-ാം ശ്ലോകം. യദ്യപ്യേതേ ന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. 38-ാം ശ്ലോകം. കഥം ന ജ്ഞേയസ്മാഭി പാപാത സ്മാനിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർ ജനാർദ്ദന. എന്താണ് ജനാർദ്ദന? ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെക്കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിന് വ്യാപൃതരാവണം എന്ന് ചോദിക്കുന്നു അർജുൻ. ഭാവാർത്ഥം. എതിർകക്ഷി ചൂതാട്ടത്തിനോ യുദ്ധത്തിനോ ക്ഷണിച്ചാൽ ക്ഷത്രിയൻ ഒഴിഞ്ഞു മാറരുതെന്നാണ് ചട്ടം. അതനുസരിച്ച് ദുര്യോധന പക്ഷത്തിന്റെ വെല്ലുവിളിയെ അർജുനന് നേരിടാതെ വയ്യ. വെല്ലുവിളിയുടെ ദുഷ്ഫലങ്ങളെപ്പറ്റി മറ്റു കക്ഷികൾ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കുകയില്ലെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അർജുനൻ ആ ദുഷ്ഫലങ്ങളെ മുഴുവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. നല്ല ഫലമുളവാക്കുന്ന കടപ്പാട് നിറവേറ്റേണ്ടവയാണ്. ഫലം മറിച്ചായാൽ ആരും അതിന് ബാധ്യസ്ഥരല്ല. ഇങ്ങനെ ഇരുവശവും ചിന്തിച്ചു നോക്കി അർജുനൻ യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. 39-ാം ശ്ലോകം. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോഭിപത്യുത. എന്താണ് 39-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം? വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. കണ്ടോ? പാവർത്തം. കുടുംബാംഗങ്ങളെ വേണ്ടും വണ്ണം വളരാനും ആത്മീയ മൂല്യങ്ങൾ നേടാനും സഹായിക്കുന്ന അനേകം മതാചാര വിശേഷങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയിലുണ്ട്. ജനനം മുതൽ മരണം വരെ തുടരുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയകൾ തലമുതിർന്നവരുടെ ചുമതലയിൽ നടത്തുന്നു. അവരെല്ലാം മൃതിയടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ നിലച്ചേക്കാം. ശേഷിച്ച ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളുകയും അങ്ങനെ ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കും. അതുകൊണ്ട് വംശപിതാക്കൾ ഒരിക്കലും അധാർഹരല്ല. എല്ലാം മുൻകൂട്ടിയിട്ട് തന്നെ ഇപ്പം ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ മുൻ തലമുറകൾ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തിരുന്നു. അവർ മണ്ണിടിഞ്ഞോട് കൂടിയിട്ട് അതിൻ്റെ തുടർച്ചക്കാരിൽ 3/4 പേരും അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ശതമാനം പേര് മാത്രമാണ് അത് പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. പിന്തുടർന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടാവും ചെയ്യും. ഇനി അടുത്ത 40-ാമത്തെ ശ്ലോകം. അധർമാഭിഭവാത് കൃഷ്ണ
പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ഭാവാർത്ഥം: സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതലുണ്ടാവണം. അത് ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും കളമൊരുക്കുന്നു. രാജ്യത്തിൻ്റെയും ജനതയുടെയും പൊതുവായ ആത്മീയോത്കർഷത്തിനു വേണ്ടി സമൂഹത്തിൽ സജ്ജനങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകത്തക്ക വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വ്യവസ്ഥകൾ. അത്തരം ഒരു ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. കുട്ടികൾ പിഴച്ചു പോകാൻ എളുപ്പമുണ്ട്, സ്ത്രീകൾ അധപ്പതിക്കാനും അത്ര തന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കുലത്തിലെ പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിവിധങ്ങളായ മതാചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സ്ത്രീകൾ വഴി പിഴച്ചു പോകാൻ ഇടയില്ല. സ്ത്രീകൾ സാമാന്യമായി ബുദ്ധിമതികളല്ലെന്നും അതുകൊണ്ട് അവരെ വിശ്വസിച്ചുകൂടെന്നും പണ്ഡിതനായ ചാണക്യൻ പറയുന്നു. അങ്ങനെ പാരമ്പര്യമനുസരിച്ചുള്ള വിവിധ ആചാരാനുഷ്ഠാനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പാതിവൃത്യവും ഭക്തിയും കൊണ്ട് വർണ്ണാശ്രമധർമ്മത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാം. വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നാലാകട്ടെ സ്ത്രീകൾ സ്വതന്ത്രകളായി പുരുഷന്മാരുമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അനാവശ്യമായ ജനപ്പരപ്പുമുണ്ടാക്കി ഏക്കാം. ഉത്തരവാദിത്തമില്ലാത്ത പുരുഷന്മാരും സമൂഹത്തിൽ വ്യഭിചാരാസക്തി വളർത്തി ജനപ്പെരുപ്പത്തിന് വഴിവെക്കും. മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും. ഇതെല്ലാം ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 41 ശ്ലോകം. സംകരോ നരകായവ കുലജ്ഞാനാം കുലസ്യജ പതന്തി പിതരോ ഹേഷ്യാം ലുപ്തപിണ്ഡോദക ക്രിയ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദകക്രിയയോ കിട്ടായകയാൽ അധപ്പതിക്കും. ഭാവാർത്ഥം: കാമ്യകർമ്മങ്ങളിലെ വിധി അനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ഡോദക ക്രിയയുടെ ആവശ്യമുണ്ട്. ഇത് ചെയ്യുന്നത് വിഷ്ണു പൂജയിലൂടെയാണ്. വിഷ്ണു പ്രസാദം കഴിച്ചാൽ സർവ്വപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കും. മറ്റു ചിലർ ചിലപ്പോൾ സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർത്തിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു. ഈ പ്രസാദോച്ഛിഷ്ടം പിതൃക്കൾക്ക് അർപ്പിക്കുന്നതുകൊണ്ട് പ്രേതാവസ്ഥയിലും മറ്റുമുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നതുമാണ്. പിതൃക്കൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് കുടുംബ പാരമ്പര്യമാണ്. ഭക്തിയുടെ ജീവിതത്തിൽ ഏർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ്. കൃഷ്ണസേവനത്തിൽ മുഴുകിയ ഭക്തന്മാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലതാൻ. ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ 1000 പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു: ദേവർഷി ഭൂതപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ഭാഗവതം കേട്ടോ. കർത്തവ്യങ്ങളെല്ലാം തിരിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക്, സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ദേവന്മാരോടാകട്ടെ കൃഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയുക്ത സേവനത്തിൽ സ്വയമേവ നിറവേറ്റപ്പെടും. 42 ശ്ലോകം. ദ്വശ്വരതേ കുലജ്ഞാന വർണ്ണസങ്കരകാരകൈ ഉത്സ്യത്യതേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഹ. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഭാവാർത്ഥം: ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്കിടയാക്കുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണുപദത്തെ തന്നെ ജനങ്ങൾ മറക്കാനിടയാവുകയും ചെയ്യും. അന്ധരായ അത്തരം നേതാക്കളെ പിന്തുടരുന്നവർക്ക് നാശമാണ് ഫലം. 43 ശ്ലോകം. ഉത്സന്ന കുലധർമ്മാണ് മനുഷ്യാണാം ജനാർദ്ദന നരകീ നിയതം വാസോ ഭവത്തീത്യ ശുശ്രുമഃ. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്.
ഭാവാർത്ഥം സ്വ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല ആധികാരിക വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏത് വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ വർണ്ണാശ്രമധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തമെന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം. അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുണ്ടായ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും. അതാണ് 44-ാം ശ്ലോകം. അഹോബദ മഹത് പാപം കർത്തും വ്യവസിതാവയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്ധ്യത. എന്താണ് കഷ്ടം? എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? അർജുനൻ പറയുകയാണ് കേട്ടോ. ഭാവാർത്ഥം സ്വാർത്ഥമോഹത്താൽ സ്വന്തം അച്ഛനമ്മമാരെയോ സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിതനായേക്കും. അത്തരം പല സന്ദർഭങ്ങളിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അർജുനൻ സാത്വികനായ ഒരു ഭക്തനാകിയാൽ ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാണ്. അതുകൊണ്ട് അധാർമിക കൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുന്നു. അതാണ് അർജുനൻ. 45. യതിമാമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപ്രാണയ ധാർത്തരാഷ്ട്ര രണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണെന്ന് അർജുനൻ പറയുകയാണ് കേട്ടോ. ഭാവാർത്ഥം ക്ഷത്രിയരുടെ സമരമുറുകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത്. ഈ വിഷമഘട്ടത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും താൻ പൊരുതാൻ പോകുന്നില്ലെന്ന് അർജുനൻ തീരുമാനിക്കുന്നു. മറുകക്ഷി എത്രമാത്രം യുദ്ധോത്സുകരാണെന്ന് അദ്ദേഹം ആലോചിച്ചതേയില്ല. ഭഗവാന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ ഉടമയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അയാളെ വധിക്കാനോ അയാൾക്ക് കഴിയില്ല. അടുത്തൊരു ശ്ലോകത്തോടു കൂടിയിട്ട് 1-ാം അധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് വായിക്കാം. സഞ്ജയ ഉവാച. അർജുനൻ പറയും അല്ലാതെ പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്. ഏവമുക്ത്യാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സചരം ചാപം ശോക സംവിഘ്ന മാനസ. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. സഞ്ജയൻ പറയാം കേട്ടോ. അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തേരിലെല്ലാം തൻ്റെ യുദ്ധത്തിനായി കൊണ്ടുവന്ന വില്ലും അമ്പുമെല്ലാം താഴെ വെച്ച് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. ഭാവാർത്ഥം ശത്രുപക്ഷത്തെ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റ് നിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ്. ദയാലുവും മൃദുല ഹൃദയനും ഭഗവത്സേവനാനിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം പൂർത്തിയാവുകയാണ്. ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട ഒരു ശുദ്ധ ഹൃദയമാണ് അർജുനൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത് ശത്രുക്കളാണെങ്കിൽ പോലും അവരിൽ തങ്ങളുടെ പിതാമഹന്മാരും പിതൃക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഉണ്ടെന്ന് കരുതി അവരെ ഒന്നും വധിക്കാനാകാതെ അത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ആശ്രിതനായിട്ടുള്ള ഒരു ഭക്തൻ്റെ എതിരാളികളെ മറക്കില്ല. അപ്പോൾ അടുത്ത അധ്യായത്തിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിൽ പലരും അർജുനനെ പോലെ ജീവിതത്തിൽ യുദ്ധത്തിന്, അതായത് നമ്മുടെ കാര്യങ്ങൾ പലതും ചെയ്യാൻ സാധിക്കാതെ തളർന്നിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തളർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഭഗവത്ഗീത ഒരു പ്രചോദനമാവട്ടെ. അപ്പോൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, നാരായണ നാരായണ നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സകലലോക സമസ്ത സുഖിനോ ഭവന്തു.